എന്താ ഓണമായിട്ട് ഫോൺ നോക്കിയിരിക്കുന്നത്? ഒന്നുമില്ല, എന്താ കാര്യം? അതല്ലേ, ഓണത്തെ കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനായിരുന്നു. ആ, ചോദിക്ക്. ഓണമായിട്ട് പൂക്കളം സദ്യവുമല്ലാതെ മറ്റു കളികളൊന്നുമില്ലേ? ഉണ്ടല്ലോ. തുമ്പിത്തുള്ളൽ, പുലിക്കളി, തലപ്പന്ത് കളി, കുമ്മാട്ടിക്കളി, കിളിത്തട്ടുകളി, ഓണത്തല്ല് തുടങ്ങി ഒട്ടേറെ കളികൾ ഓണക്കാലത്തുണ്ട്. എന്താണ് തുമ്പിത്തുള്ളൽ? ഓണാഘോഷത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കുന്ന രസകരമായ ഒരു കളിയാണ് തുമ്പിത്തുള്ളൽ. പെൺകുട്ടികളാണ് തുമ്പിത്തുള്ളുക. കയ്യിൽ തുമ്പച്ചെടിയുടെ കുടമോ മരത്തൂപ്പോ നടുക്കിരിക്കുന്ന പെൺകുട്ടിയുടെ കയ്യിൽ ഉണ്ടാകും. ചുറ്റും നിൽക്കുന്നവർ പാട്ടുപാടുകയും ആർപ്പും കുരവയുമായി പെൺകുട്ടിയെ തുമ്പിത്തുള്ളിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ പുലിക്കളിയോ? ഓണക്കാലത്ത് കേരളത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന തനത് കലാരൂപങ്ങളിൽ ഏറ്റവും ജനപ്രിയമായ ഒന്നാണ് പുലിക്കളി. തൃശ്ശൂർ ജില്ലയിലാണ് ഇത് ഏറെ പ്രശസ്തം. ചിലയിടങ്ങളിൽ ഇത് കടുവകളി എന്ന് അറിയപ്പെടുന്നു. പുലിയുടെയോ കടുവയുടെയോ വേഷം കെട്ടിയ കലാകാരന്മാർ ആണ് പ്രത്യേക താളത്തോടെ പുലിക്കളി കളിക്കുക. അങ്ങനെയാണെങ്കിൽ പുലിക്കളി കാണാൻ നല്ല രസമായിരിക്കുമല്ലേ? അതെ. നീ തലപ്പന്ത് കളിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ, എന്താണത്? ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന നാടൻ കളികളിൽ ഒന്നാണ് തലപ്പന്ത് കളി. തലമപ്പന്തെന്നും ഓണപ്പന്തെന്നും ഈ കളി അറിയപ്പെടുന്നുണ്ട്. തലയ്ക്ക് മീതെ കൂടി പന്തടിച്ച് കളിക്കുന്ന കളിയായതുകൊണ്ടാകാം ഇതിന് തലപ്പന്ത് കളി എന്ന പേര് ലഭിച്ചത്. കളിക്കാർ 2 സംഘങ്ങളായി പിരിഞ്ഞ് ഒരു കൂട്ടർ കളിക്കുകയും മറ്റേ കൂട്ടർ കാക്കുകയും ചെയ്യുന്നതാണ് തലപ്പന്ത് കളിയുടെ രീതി. നല്ല കളിയാണല്ലോ. പിന്നല്ല. അപ്പോൾ നീ കുമ്മാട്ടിക്കളിയെ കുറിച്ച് കേട്ടാലോ? അങ്ങനെയും ഒരു കളിയുണ്ടോ? തൃശ്ശൂരിലെ നാട്ടിര വഴികളിൽ ആട്ടവും പാട്ടുമായി നടത്തുന്ന വിനോദ കലയാണ് കുമ്മാട്ടിക്കളി. തൃശ്ശൂരിനൊപ്പം പാലക്കാട്, വയനാട് ജില്ലകളിലും കുമ്മാട്ടി നടത്താറുണ്ട്. ഇവിടങ്ങളിൽ മകരം, കുംഭം മാസങ്ങളിൽ വിളവെടുപ്പ് ആഘോഷത്തിന്റെ ഭാഗമാണ് കുമ്മാട്ടി. ഇനിയുമുണ്ടോ ഇങ്ങനെയുള്ള കളികൾ? ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. അത് ഏത് കളി? അതാണ് കിളിത്തട്ട് കളി. കേരളത്തിൽ പ്രചാരത്തിലുള്ള ഒരു നാടൻ കളിയാണ് കിളിത്തട്ട്. 2 വിഭാഗങ്ങളായിട്ടാണ് ഇത് കളിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ ഉപ്പുകളി എന്നാണ് കിളിത്തട്ടു കളി അറിയപ്പെടുന്നത്. 2 വിഭാഗത്തിലുമുള്ള കളിക്കാരുടെ എണ്ണം ഒരുപോലെയായിരിക്കും. കളിക്കാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കളം കൂട്ടി വരക്കണമെന്നാണ് കളിയുടെ പ്രത്യേകത. ഇത് വളരെ പഴക്കമുള്ള കളിയാണല്ലോ. ഇതുപോലെ പഴക്കമുള്ള കളികൾ ഇനിയും ഉണ്ടോ കേരളത്തിൽ? ഓണക്കാല വിനോദങ്ങളിൽ ഏറ്റവും പഴക്കമേറിയ ഇനമാണ് ഓണത്തല്ല്. ഓണപ്പട, കയ്യാങ്കാളി എന്നും ഇതിന് പേരുണ്ട്. കൈപ്പരത്തിയുള്ള അടിയും തടവും മാത്രമേ ഓണത്തല്ലിൽ പാടുള്ളൂ. മുഷ്ടിച്ചുരുട്ടി ഇടിക്കുകയോ ചവിട്ടുകയോ ചെയ്യരുത്. ഓണത്തല്ലോടു കൂടിയാണോ കളികളെല്ലാം അവസാനിക്കുന്നത്? അല്ല, ഇതുപോലെ ഓണക്കാലത്ത് തിരുവാതിര, വള്ളം കളി, ഊഞ്ഞാലാട്ടം, ഉറിയടി, വടംവലി തുടങ്ങി ഒട്ടേറെ കളികൾ കേരളത്തിൽ ഇന്നും നിലവിലുണ്ട്.